ഞാനങ്ങനെ എറണാകുളം ടു മലപ്പുറം വരെ സ്കൂട്ടിയിൽ പോയി. എന്തായാലും എനിക്ക് അമ്മയുടെ വായിന്ന് കേൾക്കുന്നറിയാം, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് എൻ്റെ അമ്മ ഒന്നും എന്നെ പറഞ്ഞില്ല. ഇല്ലായിരുന്നെങ്കിൽ നല്ല കേട്ടാനെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു വീട്ടിൽ, അങ്ങനെ അവരൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി. സോ അങ്ങനെ നമ്മളാദ്യം പോയത് ഭാരതപ്പുഴയിലായിരുന്നു. അവർക്ക് ഭാരതപ്പുഴയിൽ കുളിക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി വിട്ടു, ഭാരതപ്പുഴയിൽ ഇറങ്ങാൻ പോയി. അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷേ കുറവായിരുന്നു. പക്ഷെ കുറച്ച് ഏരിയയിൽ ഇവിടെ മുട്ടിൻ്റെ മുകളിൽ വരെ ഉണ്ടായിരുന്നു, അധികം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനും ചെറുതായിട്ട് പകുതി വരെ ഇറങ്ങി. നല്ല രസമായിരുന്നു, നല്ല ഒരു വൈബായിരുന്നു അവിടെ. കാരണം കുറേ ആൾക്കാർ ഈവനിങ് ആകുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും ചില്ല് ചെയ്യുന്ന സമയം അവിടെ. അപ്പോൾ ഇത് ഭാരതപ്പുഴയുടെ നടുക്കാട്ടോ. അങ്ങനെ സൺസെറ്റൊക്കെ ആ ടൈമിലായിരുന്നു. അങ്ങനെ സൺസെറ്റ് കണ്ടു. ഞാൻ പറയാം എൻ്റെ വീഡിയോ എടുക്കുക, ഞാൻ കുറച്ചുകൂടി നടക്കാം. നടക്കാൻ വെള്ളം പോലും ഇല്ല, പകുതി മുട്ടിൻ്റെ മുകൾ വരെ ഇല്ല, മുട്ടിൻ്റെ താഴെ വരെ ഉണ്ടു. ഇത് ഞങ്ങൾ ജസ്റ്റ് ആ ഒരു ഇടയിലൊരു കോൺക്രീറ്റ് കെട്ടുണ്ട്, അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റിയിൽ നടന്നു പോയതാണ്. പിന്നെ ഞങ്ങൾ ചെറിയ റീൽസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. നിങ്ങൾക്ക് ഈ പാട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ലൊക്കേഷനോട്ട് വിട്ടു, തിരൂർ. ഞങ്ങൾ ഗൾഫ് മാർക്കറ്റും പിന്നെ AK മോളും ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇത് തിരൂരുള്ള റെസ്റ്റോറൻ്റാണ്, കലീസ് എന്ന പേര്. ഞങ്ങൾ മിക്ക ടൈമിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യുക. അടിപൊളി ഫുഡാണ് അവിടെ. ജസ്റ്റ് എല്ലാവരും ഒന്ന് പോയി കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. പിന്നെ അടുത്ത നെക്സ്റ്റ് മോർണിംഗ് ഓരോ അമ്പലത്തിൽ പോകുമായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയത് ഹനുമാൻകാവിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി തൃപ്പനംകോട് പോകുമ്പം അവിടെ ഒരു പ്രത്യേക അവിടെ കുളമുണ്ട്, തൃശ്ശൂരം കഴിക്കുന്നു. അടുത്ത് പോയി നമ്മൾ തിരുനാവായിൽ ഉത്സവമായിരുന്നു. നമ്മൾ ഉത്സവമാണെന്ന് അറിഞ്ഞിട്ടല്ല പോയത്, അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് ഉത്സവമാണ്. അങ്ങനെ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേക പോസിറ്റിവിറ്റിയാണ്. ഇവിടെ തിരുനാവായിലാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത്, മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അവിടെ ഉത്സവമായതുകൊണ്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നത് തിരുവാതിരയായിരുന്നു. അവിടെ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈരങ്കോട് പോയി. വൈരങ്കോട് അവിടെ വേല ഉണ്ടാവും, വൈരങ്കോട് വേല. അത് ഉഷാറ് ആണ് വൈരങ്കോട് വേല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു.
ഞങ്ങൾ നേരെ പോയത് പന്നിയൂർ ക്ഷേത്രമാണ്. പന്നിയൂർ അമ്പലം എന്ന് പറയുന്നത് ഭൂമി പൂജയ്ക്ക് ഭയങ്കര പ്രശസ്തമായ അമ്പലമാണ്. ഭൂമിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലോ അവിടെ പോയി കഴിഞ്ഞിട്ട് ഭൂമി പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തടസ്സമൊക്കെ മാറി നമ്മൾ വിചാരിച്ച പോലെ നടക്കും എന്നാണ്. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തി. ഇതെൻ്റെ അവിടുത്തെ പരിപാടികളാണ് വീട്ടിൽ. അങ്ങനെ റൂമെത്തി. അങ്ങനെ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അമ്പലത്തിലെല്ലാം പോയി, കുറേ അമ്പലങ്ങളിൽ പോയി, എല്ലാ അമ്പലത്തിൽ പോയി തൊഴുതു. ഇന്നത്തെ ഫുഡ് എല്ലാം അമ്പലത്തിലായിരുന്നു. അങ്ങനെ എല്ലാം അമ്പലവാസം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ വരും വരെ ബൈ.